ഹലോ easyway.comന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ കേറ്ററ്റ് എക്സാം നമുക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ എല്ലാവരും എന്താണ് ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. സോ ഏതൊരു എക്സാം ആയിക്കോട്ടെ അത് നമ്മൾ പഠിക്കുമ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേറ്ററ്റ് കാറ്റഗറി 3യുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേറ്ററ്റ് കാറ്റഗറി 3ൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കേറ്ററ്റ് എന്ന് പറയുന്ന എക്സാം 150 മാർക്കിലാണ് ഈ കേറ്ററ്റിൻ്റെ എക്സാം നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിൽ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സൈക്കോളജി പാർട്ടും, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് 1 എന്ന് പറയുന്ന പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ നമ്മൾ BEdന് ഏത് സ്പെഷ്യലായിട്ടുള്ള ഏരിയ ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ സൈക്കോളജി പാർട്ടിൽ 40 മാർക്കായിരിക്കും സൈക്കോളജി പാർട്ടിൽ ഉണ്ടായിരിക്കുക. സൈക്കോളജി പാർട്ടിൽ എത്രയാണ്? 40 മാർക്കിനായിരിക്കും സൈക്കോളജി പാർട്ടിൽ നിന്നുണ്ടായിരിക്കുക. ഈ ഒരു സൈക്കോളജി പാർട്ടിൽ 40 മാർക്കിന് 40 ക്വസ്റ്റ്യൻസിന്, അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതം. അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ല. ഓക്കെ, ഇനി സൈക്കോളജിയെ തന്നെ എന്താണ് 3 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ഇത് അഡോളസെന്റ് സൈക്കോളജി, സെക്കൻഡ് വൺ എന്താണ് തിയറീസ് ഓഫ് ലേണിംഗ്, തേർഡ് വൺ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് സൈക്കോളജീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ അഡോളസെന്റ് സൈക്കോളജി 10 മാർക്കിനും തിയറീസ് ഓഫ് ലേണിങ്ങും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും 15 മാർക്കുകൾ വീതമാണ് ഓരോന്നിനുള്ളത്. ഓക്കെ, 15 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്ര മാർക്ക്? 40 മാർക്കിനാണ് ഇത് സൈക്കോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഇവിടെ അഡോളസെന്റ് സൈക്കോളജിയിൽ നിന്നും നമുക്കറിയാം 10 മാർക്കിനായിരിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും? ഈ ഒരു അഡോളസെന്റ് സൈക്കോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഏതെല്ലാം ഭാഗങ്ങളിലാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തേന്ന് പറയുന്നത് അഡോളസെന്റിനെ കുറിച്ചിട്ട്, അതായത് അഡോളസെൻസിന്റെ ബേസിക് നേച്ചർ എങ്ങനെയാണ്, ക്യാരക്ടർ സ്കെച്ചുകൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അഡോളസെന്റ് എന്നുള്ള പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് ആണെന്ത് പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസിൽ മെയിൻലി എന്താണ് നമുക്കറിയാം, എന്താണ് ഓരോ സ്റ്റേജസിൽ ഒരു അഡോളസെന്റ് പീരീഡിലുള്ള ആൾക്കാർ, അതായത് കുട്ടികൾ നേരിടുന്ന പ്രോബ്ലംസുകൾ, അതേപോലെ അണ്ടർ അച്ചീവ്മെൻറ്റ്, അതേപോലെ പിയർ പ്രഷർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണെന്ത് ഈ ഒരു പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസിൽ ഉള്ളത്. നെക്സ്റ്റ് ആണെന്ത് ഡെവലപ്മെൻറ്റൽ തിയറീസ്. ഡെവലപ്മെൻറ്റൽ തിയറീസ് ഏതൊക്കെയാണ്? പിയാഷേയുടേത്, ബ്രൂണർ, ഇങ്ങനെയുള്ള ഒരുപാട് എന്തുണ്ട് സൈക്കോളജിസ്റ്റുകളുടെ തിയറീസുകൾ ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു ഡെവലപ്മെൻറ്റൽ തിയറീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് 15 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ക്രിയേറ്റിവിറ്റി, തിയറീസ് ഓഫ് ലേണിംഗ്, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ തിയറീസ് ഓഫ് ലേണിംഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിൻ്റെ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു നാച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് എന്ത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിലെന്താണ് മോട്ടിവേഷൻ, ഇൻ്റലിജൻസ്, അതേപോലെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അതായത് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെയാണ് ഒരു ക്രിയേറ്റീവ് ചിൽഡ്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റും തമ്മിൽ ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റിയിൽ പഠിക്കാനുള്ളത്. ദെൻ തിയറീസ് ഓഫ് ലേണിംഗ്, നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒരുപാട് തിയറീസുകൾ ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാവ്ലോവിൻ്റെത്, സ്കിന്നർ, അങ്ങനെ ഇവരുടെയൊക്കെ എന്താണ് ഒരുപാട് തിയറീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ തിയറീസ് ഓഫ് ലേണിങ്ങിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അവരുടെ നമുക്കറിയാം ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആരാണ്, അതേപോലെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. സോ അവരുടെ പ്രോബ്ലംസുകളും അവരുടെ ചലഞ്ചസും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ലാസ്റ്റായിട്ട് സൈക്കോളജിയിൽ വരുന്ന ഒരു പാർട്ടാണ് ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്താണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ടീച്ചിങ്, ടീച്ചർ റോള്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഓഫ് ടീച്ചർ, അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇതൊക്കെയാണെന്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു ടീച്ചിങ് ആൻഡ് അതായത് ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ്? NCF 2005, KCF 2007 ഇതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടത്. സോ ഇത്രയാണ് എന്ത് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സൈക്കോളജിയിൽ അഡോളസെൻറ്റ് സൈക്കോളജി ഉണ്ട്. അഡോളസെൻറ്റ് സൈക്കോളജി എന്ന് എത്രയാണ്? ഒരു 10 മാർക്കിൻ്റെത് വരുന്നുണ്ട്. അതേപോലെ തന്നെ തിയറീസ് ഓഫ് ലേണിങ്ങിന് എത്ര മാർക്കിനാണ്? 15 മാർക്ക്. ലാസ്റ്റ് ഏതായിരുന്നു? അഡോളസെൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എത്രയാണ്? 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് എന്താണ്? ലാംഗ്വേജ് ആണ്. അതായത് ലാംഗ്വേജ് 1. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് കേട്ടറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എക്സാമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഈ ഒരു ലാംഗ്വേജ് പാർട്ടിലുണ്ടായിരിക്കുക. അതിൽ മലയാളം ഉണ്ടായിരിക്കാം, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ കന്നഡ, തമിഴ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ 4 ലാംഗ്വേജസ് ആണ് ഈ ഒരു ലാംഗ്വേജ് 1 വരുന്നത്. ഇനി മലയാളം സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു ലാംഗ്വേജ് പോർഷനിൽ ടോട്ടൽ എത്ര മാർക്കാണെന്ന് വെച്ചാൽ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലാംഗ്വേജ് പാർട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുക. ഓക്കെ, ലാംഗ്വേജ് പാർട്ടിൽ നിന്ന് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാംഗ്വേജ് പാർട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുക. ഇതിൽ മലയാളം ആണെന്നുണ്ടെങ്കിൽ ഗദ്യം ഭാഗത്തുനിന്ന് 5, പദ്യം ഭാഗത്തുനിന്ന് 5 മാർക്ക്. ദെൻ ആശയവിനിമയം, ഭാഷാജ്ഞാനം എന്നുള്ളതിൽ നിന്ന് 10 മാർക്ക് വീതം. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 30 മാർക്ക്. 5, 5, 10 മാർക്ക് ആശയവിനിമയം, ഭാഷാജ്ഞാനത്തിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 30 മാർക്കായിരിക്കും മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക. ദെൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് 3 പാർട്ടാണുള്ളത്. കോംപ്രഹെൻഷൻ, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. സോ ഈ 3 പാർട്ടിൽ നിന്ന് 10 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. കോംപ്രഹെൻഷന് 10 മാർക്ക് ഉണ്ടായിരിക്കും, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിൽ നിന്നും 10 മാർക്ക് ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷനിൽ നിന്നും 10 മാർക്ക് ഉണ്ടായിരിക്കും. തമിഴ്, കന്നഡ എന്നീ ലാംഗ്വേജാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പ്രോസിൽ നിന്നും 5 മാർക്ക്, പോയംസിൽ നിന്നും 5 മാർക്ക്, ദെൻ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിൽ നിന്നും 10 മാർക്ക്, കമ്മ്യൂണിക്കേഷനിൽ നിന്നും 10 മാർക്ക്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ലാംഗ്വേജ് നമ്മൾ ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും നമുക്ക് എക്സാമിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ടാണ് ഇത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇത് സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസ് എന്നുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ BEdൻ്റെ സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ഓപ്ഷൻ കോഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു സബ്ജക്റ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടായിരിക്കുക. സോ ഇതിൽ മലയാളം ഉണ്ടാവും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടാവും, അറബിക് ഉണ്ടായിരിക്കും, ഉറുദു, ഹിന്ദി, അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ആകെ 80 മാർക്കിനാണ് ഈ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അതിൽ 80 മാർക്കിൽ 50 മാർക്ക്, ഓക്കെ, 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കണ്ടന്റിൽ നിന്നും. ദെൻ ബാക്കി എത്ര? 30 മാർക്ക് എന്ന് പറയുന്നത് പെഡഗോഗിയിൽ നിന്നും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ടോട്ടൽ 80 മാർക്കിനായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയാസിൽ നിന്നും ഉണ്ടായിരിക്കുക. അപ്പം ടോട്ടൽ മാർക്കിങ്ങിൻ്റെ സ്കീം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 80 മാർക്കിന് നമുക്ക് സബ്ജക്റ്റ് സ്പെസിഫിക് ഏരിയയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ദെൻ പിന്നീട്
30 മാർക്കിന് ലാംഗ്വേജിൽ നിന്നും ആയിരിക്കും. ഏതാണോ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ലാംഗ്വേജിൽ നിന്നായിരിക്കും 30 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. സോ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. സോ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് വലിച്ചു വാരിയിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എല്ലാവരും എന്താണ് ഇപ്പോൾ തന്നെ കേട്ടറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാവരും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് കേട്ടോ. ഇന്നത്തെ കണ്ടന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.